ഹായ് ഹലോ വെൽക്കം ടു അവർ ലാസ്റ്റ് പാർട്ട് ഓഫ് ഈദ് വ്ളോഗ് സീരീസ്. ഇന്നത്തെ വ്ളോഗ് ആയപ്പോക്കിനും പെരുന്നാളിൻ്റെ ആ ഒരു ഇത് തന്നെ പോയിക്കണം കേട്ടോ. എന്തായാലും ഇതോടെ ഈദ് വ്ളോഗ് സീരീസ് അവസാനിക്കുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ടാബിൾ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നാവിന് എന്തൊക്കെ ഒരു ഇത്. ഈ ടാബിൾ പറഞ്ഞെങ്കിൽ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവാത്തൊരു ടാബിളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ സാധനങ്ങൾ തുമ്മക്കണ്ട് കൊണ്ടും എറിയും. പിന്നെ വേണ്ടത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും. പിന്നെ തീരെ ഒന്നും കിട്ടാണ്ടാവുമ്പോഴാണ് ഞാനിതൊന്ന് ക്ലീൻ ആക്കാനും വേണ്ടി നിൽക്കുക. ഇതാ ഈ LED ലൈറ്റ് ഉണ്ടല്ലേ, ഇത് ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ബട്ട് അത് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 1.5 മാസമായിട്ടുണ്ടാകും. അന്നേരം ഞാൻ ഇതുവരെ എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്തിട്ടില്ല. എൻ്റെ റൂമിൽ ആദ്യം കുറേ ലീഫും ഇതേപോലെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ലൈറ്റുമിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വയറിങ്ങായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്തായി അതിൻ്റെ സീനപ്പായി ചത്തു. ഈ വീഡിയോ ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിട്ടാണ് കേട്ടോ എടുത്തത്. ഇത് നേരാക്കാൻ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ടാകും. പക്ഷെ ടൈം ലാപ്സിൽ ഇട്ട് നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് കീഴെ നോക്കി നോക്കുകയാണ് നിങ്ങൾ. ഈ ടാബിൾ നേരാക്കുന്ന സമയത്തുള്ളൊരു ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാലം കാണാതെ പോയിട്ടുള്ള എന്ത് സാധനം ഉണ്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഒരു വൈക്ക് പോകാന്നുണ്ടെങ്കിൽ ബ്രൂച്ചും ഉണ്ടാവില്ല, സ്ലൈഡും ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇത് നേരാക്കിയപ്പോൾ ഇപ്പോൾ എത്രണ്ണം കിട്ടിയെന്ന് പോലും എനിക്കറിയാം. പിന്നെ ഇമ്മാൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ചോറും ബീഫും പിന്നെ ഇപ്പം എന്താ ക്യാബേജ് ഉപ്പേരി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഉപ്പിലിട്ട മാങ്ങയും അരിനെല്ലിക്ക ഉണ്ടായിരുന്നു. ആദ്യമത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഓൻ കൊണ്ടുപോയില്ല. ഈ ചോറാക്കുന്ന സമയത്ത് ഞാൻ ഓനും കൂടെ അപ്പുറം നിന്നിട്ട് മാനോട് ഓരോന്ന് പറയണ്ടാവും കേട്ടോ. എനിക്ക് അത്ര മതി, എനിക്ക് ഇത്ര ചോറ് മതി, എനിക്ക് ആ കൂട്ടാൻ വേണ്ടെന്നൊക്കെ പറയണ്ടാവും. പക്ഷെ എൻ്റെ അമ്മാൻ്റെ കണ്ണിലൊരു കണക്കുണ്ടാവുക, കണക്കിനനുസരിച്ച് എൻ്റെ മാക്കുള്ളൂ. അല്ല ഇതിലാണ് അപ്പുറം നിന്ന് പറയുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഞാൻ ഇമ്മാൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടേബിളിൽ കൂടെ നിങ്ങൾക്ക് കാണാം ആദ്യം അപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ ഈ ഉപ്പേരികളും കൂട്ടാനുകളൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഞങ്ങളമ്മ അത് തീറ്റിച്ചാൻ പഠിപ്പിച്ചിരിക്കണേ. അതുകൊണ്ട് അങ്ങനെ പച്ചക്കറി കഴിക്കൂല എന്നുള്ളൊരു ഡിമാൻഡൊന്നും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ക്യാബേജ് ഉപ്പേരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓനിക്ക് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കൂല മീൻസ് എപ്പോഴും അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല വീട്ടിൽ ഇങ്ങനെ ഉപ്പേരികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കണതാണ്. പിന്നെന്താ ആസ് യൂഷ്വൽ ബീഫ് ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ആ ഒരു ഇതാണല്ലോ, അപ്പോൾ ബീഫ് ഉണ്ടാകുമല്ലോ. പിന്നെ ഈ മാങ്ങ ആക്കുന്ന സമയത്ത് ആദ്യം അപ്പുറത്ത് നിന്നിട്ട് ഓനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓന് ഈ അച്ചാറ് ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ ഒന്നും കഴിക്കൂല. അച്ചാറ് പിന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളും അച്ചാറൊക്കെ. അപ്പം ഞാനിങ്ങനെ കഴിക്കണ കണ്ടിട്ട് ഓന് ഞാൻ കഴിക്കണ ആ ഒരു രസം കണ്ടിട്ട് ഓൻ കഴിക്കുന്നല്ലാണ്ട് ഓനിക്കങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. ഈ രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരു യുദ്ധക്കാരൻ സ്കൂൾക്ക് പോണ സമയത്ത് ഒരു ബദർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും പെരിയുന്നിട്ട് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഉമ്മ എപ്പോഴും പറയും നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 18 ആൾക്കാർ പെരിയെന്ന് ഇറങ്ങിപ്പോയ പോലെ ഇരിക്കും. അതെവിടെ ഇതെവിടെ മറ്റതെവിടെ അങ്ങനെ ചോദിച്ചങ്ങാണ്ട് ഇമ്മാനൊരു തൊയിരം കെടുത്തിയിട്ട് ഒരു ഇതായിരിക്കും. ഇമ്മ അടുക്കളയിൽ ഇമ്മാൻ്റെ പണികൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാകും. ഇടയ്ക്ക് വെച്ചിട്ട് ഓരോന്ന് കേക്കും കിട്ടുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മളെ സ്വഭാവം മാറൂല. ഓനിങ്ങനെ ലഞ്ച് ബോക്സ് കെട്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോവുക. ഒരു കാലത്ത് ഞാനും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളങ്ങ് വളർന്നു വലുതായി. ഞാൻ ഇങ്ങനെ കെട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കവറിലിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയില്ല. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പോക്കിനും. ഓൻ്റെ ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു പിങ്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് താഴണം. അതായത് ഞാൻ ഒന്നും കൂടി ചെറിയ ക്ലാസ്സൊക്കെ ആകണം. ഇനിയിപ്പോൾ അതിന് പറ്റൂലല്ലോ, വലിയ ക്ലാസ്സിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചര സമയമായപ്പോക്കിനും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്യണത് ഇമ്മയാണ്. എന്തായാലും വീഡിയോ എടുക്കാനും ഉമ്മാനെ പഠിപ്പിച്ചതിൽ ഉപകാരം ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ എഡിറ്റിങ്ങും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ വീഡിയോസ് ഫുൾ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോക്കിനും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓൻ വന്നിട്ടാണ് കേട്ടോ ഞാൻ വരിക. ഓനൊരു 4 മണി 4:15 ആകുമ്പത്തിന് വരും. ഞാൻ വരുമ്പോഴേക്കിന് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. വീട്ടിൽ വന്നിട്ടൊന്ന് ചായക്ക് പകരം ഇന്ന് ജ്യൂസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇളനീർ ജ്യൂസും ഉണ്ടായിരുന്നു, ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്തതും ഉണ്ടായിരുന്നു. ഇതെന്ത് 2 സൈസിൽ കട്ട് ചെയ്തിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തത് എനിക്കും വേണം, ചതുരത്തിൽ കട്ട് ചെയ്തത് എനിക്കും വേണം. സോ അങ്ങനെ ഇമ്മ രണ്ടാൾക്കും 2 രീതിക്കാണ് കട്ട് ചെയ്ത് തന്നിക്കണം. അപ്പോൾ ഈ വ്ളോഗോട് കൂടി നമ്മൾ ഈദ് വ്ളോഗ് സീരീസ് ഇവിടെ അവസാനിച്ചു എന്ന് അറിയിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റും ഒക്കെ ചെയ്യാം. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.